നമസ്തേ. ഗുരുവേ ശരണം. കാളിമാതാവേ ശരണം. മേജർ വെള്ളായണി ദേവീക്ഷേത്രം ഏകദേശം 700 വർഷത്തോളം പഴക്കമുള്ള ഒരു പുരാതനമായ ഒരു ക്ഷേത്രമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഏകദേശം ഒരു 70 ദിവസത്തോളം നിൽക്കുന്ന അപൂർവമായ ഒരു കാളിയൂട്ട് നടക്കുന്ന മഹാക്ഷേത്രമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഒറ്റപ്പെട്ട ഒരു ക്ഷേത്രമാണ്. കൗളാചാര രീതിയിൽ ആരാധന നടത്തുന്ന ക്ഷേത്രമെന്ന പ്രത്യേകതയും ഈ അമ്പലത്തിനുണ്ട്. ഏകദേശം 700 വർഷങ്ങൾക്ക് മുമ്പായിട്ട് ഈ ദേശത്ത് കള്ളുചെത്ത് പതിവായിരുന്നു. ഒരു ദിനം ചെത്തുകാരൻ ആ വെള്ളായണി കായൽ തീരത്ത് ചെത്ത് തെങ്ങിലേക്ക് കയറാൻ നോക്കിയപ്പോൾ ആ കള്ള് ഒരു തവള കുടിച്ചിട്ട് ചാടുന്നതാണ് കണ്ടത്. അപ്പം അത്ഭുത പരവേശനായിട്ടുള്ള ആ ചെത്തുകാരൻ അന്നത്തെ മഹാമാന്ത്രികനായിരുന്ന ശ്രീ കേളംകുലശേഖര വാത്തി എന്ന ബ്ലാക്ക് സ്മിത്ത് കമ്മ്യൂണിറ്റിയിലുള്ള ഒരു ആചാര്യനെ സമീപിക്കുകയും ആചാര്യനോട് ഈ വിവരം പറയുകയും ചെയ്തപ്പോൾ ആചാര്യൻ മഹാമാന്ത്രികനായതുകൊണ്ടും ജ്ഞാനിയായതുകൊണ്ട് തന്നെ അതൊരു സാധാരണ പച്ചത്തവളയല്ല എന്നും അത് ഒരു ദേവീ ചൈതന്യം, ഭദ്രകാളി ചൈതന്യം കുടികൊള്ളുന്ന ഒരു തവളയാണെന്ന് മനസ്സിലാക്കിയ ചെത്തുകാരൻ കേളംകുലശേഖര വാത്തി ചെത്തുകാരനോടൊപ്പം പിറ്റേ ദിവസം ആ കായൽ തീരത്ത് പോവുകയും അങ്ങനെ അന്നും പതിവ് പോലെ തവള ഈ തെങ്ങിൽ നിന്ന് കള്ള് കുടിക്കുന്നത് കണ്ട ഇദ്ദേഹം ആചാര്യൻ കേളംകുലശേഖര വാത്തി ആചാര്യൻ ആ തവളയെ പിടിക്കുവാനായിട്ട് തെങ്ങിലേക്ക് കയറുകയും ആ തവള കായലിലേക്ക് ചാടുന്നതായിട്ടും കണ്ടു. ഉടൻ തന്നെ ഈ തവളയോടൊപ്പം ഈ കേളംകുലശേഖര വാത്തി എന്ന ആചാര്യൻ കായൽ ചാടുകയും 7 ദിവസത്തോളം തവളയെ തിരഞ്ഞ് 7-ാം ദിവസം ഒരു മുടിയുടെ രൂപത്തിലാണ് മുടി രൂപത്തിലാണ് ആ ദേവി ചൈതന്യം അദ്ദേഹം ആവാഹിച്ചെടുത്തത്. തുടർന്ന് അദ്ദേഹം അന്നത്തെ നായർ പ്രമാണിയുമായിട്ടുള്ള 8 നായർ തറവാട്ടിലെ അംഗങ്ങളുമായിട്ട് ചേർന്ന് ഉടുപ്പ് സ്ഥാപിക്കുകയും ആചാരങ്ങൾ ചിട്ടപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം സമാധിയാവുകയും ആ സമാധിസ്ഥാനം ഇപ്പോഴും കായക്കൽ തെക്കത് എന്നറിയപ്പെടുന്ന ആ ഒരു തെക്കതിലേക്ക് അദ്ദേഹം സമാധിയാവുകയും ഇപ്പോഴും വെള്ളായണി ക്ഷേത്രം തുറക്കുന്നതിന് മുമ്പായിട്ട് ആചാര്യൻ്റെ സ്ഥാനത്ത് പോയി ആ ആചാര്യ പ്രണാമം നടത്തി ഗുരുവന്ദന നടത്തിയ ശേഷം മാത്രമാണ് വെള്ളായണി ദേവീക്ഷേത്രം തുറക്കുന്നത്. പൂർവ്വകാലത്ത് ഈ ക്ഷേത്രം ഞായർ, ചൊവ്വ, വെള്ളി എന്നീ ദിവസങ്ങളിലാണ് തുറന്നുകൊണ്ടിരുന്നത്. പിന്നീട് അത് കാലക്രമേണ എല്ലാ ദിവസവും വൈകുന്നേരവും പിന്നെ വിശേഷാൽ പൂജകളും വന്ന് അങ്ങനെ വിപുലമായി ഇന്നത്തെ മുടിപ്പുര ആയിരുന്ന ആ സ്ഥാനം ഇന്ന് വെള്ളായണി ദേവീക്ഷേത്രമായിട്ട് മാറിയിരിക്കുകയാണ്. എങ്കിലും മുടിപ്പുര എന്നാണ് അതിന് ആചാരപരമായിട്ടും അനുഷ്ഠാനപരമായിട്ടും മുടിപ്പുര എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. പിന്നെ നമ്മുടെ തെക്കൻ തിരുവിതാംകൂറിലെ ഏറ്റവും കൂടുതൽ ദിവസം ഉത്സവം നിലനിൽക്കുന്ന ഒരു പ്രത്യേകത നമ്മുടെ ഈ മഹാക്ഷേത്രത്തിനുണ്ട്. പൂർവ്വകാലത്ത് 21 ദിവസത്തോളമായിരുന്നു ഈ കാളിയൂട്ട് ഉത്സവം നടന്നുകൊണ്ടിരുന്നത്. പിന്നീട് വീടുകളുടെ ദൈർഘ്യം അനുസരിച്ച് എണ്ണം കൂടുന്നതനുസരിച്ച് അത് 21, 41 ഇപ്പോൾ ഏകദേശം 70 ദിവസത്തിനകത്തോളം നിൽക്കുന്ന ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരേ സമയം കണ്ടിന്യൂ ആയിട്ട് നിലനിൽക്കുന്ന മഹാ ഉത്സവമായിട്ട് തന്നെയാണ് ഈ കാളിയൂട്ട് കൊണ്ടാടുന്നത്.